അപ്പോൾ ഇന്ന് നമ്മളൊരു മൊബൈൽ പർച്ചേസിങ്ങിന് വേണ്ടി എടപ്പാളിലോട്ട് വന്നിരിക്കുകയാണ്. അമ്മയുടെ ഫോൺ കുറേ ദിവസമായി കംപ്ലൈൻ്റ് ആണെന്ന് പറയുകയാണ്. സ്ക്രീനിൽ തൊടുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, സ്വന്തം ആരൊക്കെയോ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പുതിയ ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചു. എടപ്പാളിലുള്ള ചെന്നൈ മൊബൈൽസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിവോയുടെ ഒരു സീരീസാണ് നോക്കിയത്. അത് ചെന്നൈ മൊബൈൽസിൻ്റെ ഷോറൂമാണ്. ഹസ്ബൻഡും പട്ടാമ്പി ചെന്നൈ മൊബൈൽസ് നിന്നായിരുന്നു മൂപ്പരുടെ ഫോൺ വാങ്ങിച്ചത്. ഇതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനും ഒരു ഫോൺ പർച്ചേസ് ഒപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായില്ല. അപ്പോൾ വിവോയുടെ ടി സീരീസിലുള്ള ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഹസ്ബൻഡ് നോക്കി പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അച്ഛനിത് എവിടെ ചെന്നാലും ഇതുപോലെ ജ്വല്ലറി ആയിക്കോട്ടെ, തുണിക്കട ആയിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഇതേപോലെ പെന്നും പേപ്പറും എടുത്ത് കണക്കെഴുതൽ മസ്റ്റാണ്. അപ്പോൾ ഫൈനലി വിവോയുടെ T4 സീരീസിലെ ഫോണാണ്. അമ്മ ഇതേ കണ്ടോ, ഏതോ പച്ചക്കറി മുറിക്കുന്ന പോലെ മുറിക്കാമെന്ന് എനിക്ക് തോന്നി. ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. പുതിയ ഫോൺ കിട്ടി. നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ കിടുവായിട്ട് വരുന്നുണ്ട് അതിൽ. ഫോട്ടോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൻ്റെ രീതിക്ക് നല്ല ഫോട്ടോസാണ് നമുക്ക് അതിലെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഫോണ്. അമ്മ തന്നെയാണ് അൺബോക്സിംഗ് ഒക്കെ. ഫോൺ നല്ല ലുക്ക് വൈസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ശിവയ്ക്ക് ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പർപ്പിൾ കളർ നല്ല ഭംഗിയുണ്ടെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. രാത്രി നല്ല ലേറ്റ് ആയതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി കേട്ടോ. അപ്പോൾ നമ്മൾ സംശയമൊക്കെ ശരിയായി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ എടപ്പാൾ മൈജിയിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അച്ഛനും ഫോൺ വേണം. അച്ഛൻ്റെ ഫോൺ 4 വർഷമായി പഴയതായി പോയി. അപ്പോൾ അച്ഛൻ ഇവിടെ എത്തിയിട്ട് വിവോ വേണോ ഓപ്പോ വേണോ എന്നുള്ള ഡൗട്ടാണ്. അച്ഛൻ അവിടെ കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അമ്മയും മോളും കൂടെ സ്ഥിരം കുറച്ച് സെൽഫി വീഡിയോസും ഒക്കെ എടുക്കുക. അച്ഛൻ കണ്ടോ ആകെ ആലോചനയിലാണ് കേട്ടോ ഏത് വേണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ സമയം കൊണ്ട് തൊട്ടടുത്തുള്ള മാത്സ് ഫുട്വെയറിലോട്ട് വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ചെപ്പൽ വേണം. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് ഇവിടെയുള്ള ചെരുപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇതിൽ ഓരോന്നും എങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെരുപ്പ് ഇടാൻ വേണ്ടി എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ രത്നം പതിച്ച ചെരുപ്പ് കണ്ടോ, ഇത് ഞാൻ എങ്ങോട്ടേക്ക് ഇടണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റ് കയറി എങ്ങോട്ടേലും പോകേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ചിക്കിങ്ങിൽ കയറി. ശിവയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചിക്കിങ്ങിൽ നമ്മൾ ഒരു 9 പീസ് ചിക്കൻ വിങ്സ് ആണ് ഓർഡർ ചെയ്തത്. ചിക്കൻ വിങ്സ് ഇഷ്ടമാണ് പൊതുവേ എനിക്ക്. അമ്മയ്ക്കും ശിവയ്ക്കും ഒക്കെയാണ്. ടേസ്റ്റിയാണ്, നല്ല ഹോട്ടായി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ അവിടെ നിന്ന് ഫോണിൻ്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് വേണം വരാൻ. പിന്നെ ഇതേപോലെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തായിരുന്നു, ചിക്കൻ പിസ്സ. നമ്മൾ ഹോട്ടായിട്ട് നല്ല ചൂടോടക്കനെ കഴിക്കാൻ നല്ല രസമാണ്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് ആക്ഷൻസ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. ആക്ച്വലി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചിക്കിങ്ങിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ശിവ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അച്ഛനും വന്നു, നമ്മൾ വീട്ടിലോട്ട് പോയി. ഓക്കേ.